ഇന്നത്തെ വിപണിയിൽ ഓട്ടോ ഓഹരികളും ഓട്ടോ സൂചികയും ഒരു ഔട്ട് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ പല ഓട്ടോ ഓഹരികളും മികച്ച റിട്ടേൺ നിക്ഷേപകർക്ക് നൽകി കഴിഞ്ഞു. ടാറ്റ മോട്ടോഴ്സ് ഇന്ന് സർവകാല ഉയരത്തിലെത്തി അതിന്റെ മുന്നേറ്റ യാത്ര തുടരുന്നു. ഓട്ടോ ഓഹരികളോടൊപ്പം ഓട്ടോ ആക്സിലറി കമ്പനികളും അതിന്റെ ഗുണഭോക്താക്കളാണ്. അക്കൂട്ടത്തിൽ വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ട് 2 മാസം മാത്രമായിട്ടുള്ള കമ്പനിയാണ് ഹാപ്പി ഫോർജിൻസ്. മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കമ്പനിയുടെ ലിസ്റ്റിംഗിന് ശേഷമുള്ള പ്രകടനം വിലയിരുത്തിയാൽ നിക്ഷേപകരെ ഇംപ്രസ് ചെയ്തോ എന്നതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ 1979 മുതൽക്കേ തങ്ങളുടെ സേവനങ്ങൾ നൽകാൻ ആരംഭിച്ച കമ്പനിക്ക് 45 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിലെ 4ാമത്തെ വലിയ എഞ്ചിനീയറിംഗ് ലെഡ് മാനുഫാക്ചറാണ് ഹാപ്പി ഫോർജിങ്സ്. 1008 കോടി രൂപ സമാഹരിക്കുന്ന ലക്ഷ്യമിട്ട് 2023 ഡിസംബറിലാണ് കമ്പനി IPOയുമായി എത്തിയത്. ഹെവി ഫോർജിങ്സ്, ഹൈ പ്രിസിഷൻ മെഷീൻഡ് കോമ്പണൻസ് എന്നിവ നിർമ്മിക്കുന്നതിലാണ് കമ്പനി പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ്സ്, ഫ്രണ്ട് ആക്സിൽ കാരിയേഴ്സ്, സ്റ്റിയറിംഗ് നക്കിൾസ്, ട്രാൻസ്മിഷൻ പാർട്സ്, സസ്പെൻഷൻ പ്രൊഡക്ട്സ്, വാൽവ് ബോഡീസ് മുതലായ ഉൽപ്പന്നങ്ങളെല്ലാം കമ്പനി നിർമ്മിക്കുന്നുണ്ട്. AAM ഇന്ത്യ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അശോക് ലെയ്ലാൻഡ്, IBCC ഇൻഡസ്ട്രീസ്, ഇന്റർനാഷണൽ ട്രാക്ടേഴ്സ് ലിമിറ്റഡ്, JCB ഇന്ത്യ ലിമിറ്റഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, മെറിറ്റർ ഹെവി വെഹിക്കിൾസ് സിസ്റ്റംസ് കാമേരി SPA, ഒപ്പം തന്നെ SML ഇസൂസു ലിമിറ്റഡ് മുതലായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ക്ലയന്റ് ബേസും കമ്പനിക്കുണ്ട്. കൂടാതെ ബ്രസീൽ, ഇറ്റലി, ജപ്പാൻ, സ്പെയിൻ, സ്വീഡൻ, തായ്ലാന്റ്, തുർക്കി, UK, USA എന്നീ രാജ്യങ്ങളിലേക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. വിപണിയിൽ ഓഹരി ഒന്നിന് 808 രൂപ മുതൽ 850 രൂപ നിരക്കിലാണ് IPO പ്രൈസ് നിശ്ചയിച്ചത്. IPO സമയത്തും നല്ലൊരു പ്രതികരണം നിക്ഷേപകരിൽ നിന്ന് ലഭിച്ചിരുന്നു. തുടർന്ന് ലിസ്റ്റിംഗ് ദിനത്തിലും 18% പ്രീമിയത്തോടു കൂടിയിട്ടാണ് വിപണിയിൽ അരങ്ങേറ്റം നടത്തിയത്. അതിനുശേഷം ഓഹരിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിലവിൽ ഇതുവരെ 7% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാം. കമ്പനിയുടെ വരുമാനം ഏറ്റവും അധികം ലഭിക്കുന്നത് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിൽ നിന്നുമാണ്. 40% വരുമാനം ഈ മേഖലയിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫാം എക്യുപ്മെന്റ്സ്, ഓഫ് ഹൈവേ വെഹിക്കിൾസ് ആൻഡ് ഇൻഡസ്ട്രിയൽ എന്നീ മേഖലകളിൽ നിന്നും യഥാക്രമം 32%, 14%, 13% വരുമാനമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ പൊട്ടൻഷ്യൽ പരിഗണിച്ച് ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഓഹരിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. വരും വർഷങ്ങളിൽ നിലവിലെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തും പ്രൊഡക്റ്റ് ഡിവേഴ്സിഫിക്കേഷൻ നടപ്പിലാക്കിയും ക്ലയന്റ് ബേസ് കൂടുതൽ ശക്തിപ്പെടുത്തിയും കൂടുതൽ വളർച്ച ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് കമ്പനി. അതിനോടൊപ്പം എക്സ്പോർട്ടിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഓപ്പറേഷണൽ റവന്യൂ 43.02% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് ഫോർജ്ഡ് കോമ്പണൻസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനിലൂടെ ലൈറ്റ് ഹെവി ഫോർജിങ്സ് മേഖലയിലേക്കും വളർന്നു. ഇന്ന് 14,000 ടൺ ഫോർജിംഗ് പ്രസ് ഉള്ള ഇന്ത്യയിലെ തന്നെ 2ാമത്തെ വലിയ കമ്പനിയായും 8,000 ടൺ ഹയർ പ്രസ് ഉള്ള ഇന്ത്യയിലെ തന്നെ 4 കമ്പനികളിൽ ഒന്നിലും കമ്പനി ഉൾപ്പെടുന്നുണ്ട്. മീഡിയം ഒപ്പം തന്നെ ഹെവി കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ഇന്ത്യൻ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സിനും ഫാം എക്യുപ്മെന്റ് ഇൻഡസ്ട്രിയിൽ മുൻനിരയിൽ നിൽക്കുന്ന 5 ഇന്ത്യൻ OEM കമ്പനികൾക്കും പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ കയറ്റുമതിയും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ക്രമാതീതമായി തന്നെ ഉയർന്നിട്ടുണ്ട്. 13% നിന്നും 20%ആയാണ് വർദ്ധിച്ചത്. ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലെ കോൺട്രിബ്യൂഷനും ഉയർന്നിട്ടുണ്ട്. വെറും 4% നിന്നും 13%ആയിട്ടാണ് ഇത് വർദ്ധിച്ചത്. കമ്പനിക്ക് കുറച്ചുകൂടെ ക്ലയന്റ് ബേസ് സ്ട്രോങ് ആയത് CV, ട്രാക്ടർ മുതലായിട്ടുള്ള കോർ സെഗ്മെന്റിലെ സൈക്ലിക്കാലിറ്റി കുറയ്ക്കുന്നതിന് സഹായിച്ചു. CV മേഖലയിൽ ഒരു സ്ലോ ഡൗൺ തന്നെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 9 മാസങ്ങളിലും ഉണ്ടായത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇയർ ഓൺ ഇയർ വളർച്ച മാത്രമാണ് ഉണ്ടായിരുന്നത്. ട്രാക്ടർ സെഗ്മെന്റിലാകട്ടെ ഇയർ ഓൺ ഇയർ -5% ഒരു വളർച്ചയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇൻഡസ്ട്രിയിലെ ഈ ഒരു സ്ലോ ഡൗണിനിടയിലും കമ്പനിക്ക് 13.5% വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. നോൺ ട്രാക്ടർ സെഗ്മെന്റിലും വളർച്ച ശക്തമായി തന്നെ തുടർന്നു. CV അതുപോലെ ട്രാക്ടർ ഇൻഡസ്ട്രിയിലെ ഡിമാൻഡ് ഔട്ട്ലുക്ക് സബ്ഡ്യൂഡ് ആയിട്ട് തന്നെയാണ് ഹ്രസ്വകാലത്തേക്കും തുടരുന്നത്. എന്നാൽ 2025 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഒരു റിക്കവറി ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. മാത്രമല്ല ഇൻഡസ്ട്രി ഗ്രോത്തിനോടൊപ്പം തന്നെ മികച്ച ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ഹെൽത്തി ട്രാക്ക് റെക്കോർഡ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചു. അതിനാൽ തന്നെ ഈ വർഷം ഇതുവരെയായി 13% വരുമാന വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ 2024 മുതൽ 26 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ഏകദേശം 10 മുതൽ 15% വരുമാന വളർച്ച രേഖപ്പെടുത്താൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്.
പുതിയ മെഷീനറീസ് വാങ്ങുന്നതിനും കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനും മറ്റുമാണ് കമ്പനി തുക സമാഹരിച്ചത്. അക്കൂട്ടത്തിൽ 14,000 മെട്രിക് ടൺ പ്രസ് ഇൻസ്റ്റാളേഷൻ നടത്തിയതിന് പിന്നാലെ ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിൽ നിന്നും പുതിയ ഓർഡറുകളുടെ ഇൻഫ്ലോ വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സിമം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. നിലവിലുള്ള 40% നിന്നും 80% ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് പോളിസികൾ കൂടുതൽ അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ കമ്പനികളിൽ നിന്നും അടക്കം ഓർഡറുകൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മാനുഫാക്ചറിംഗ് കോസ്റ്റ് കുറയുന്നതും ഹാപ്പി ഫോർജിങ്സ് പോലുള്ള വളർന്നു വരുന്ന കമ്പനികൾക്ക് വളരെ അനുകൂലമാണ്. ഓർഡർ ബുക്കിന്റെ ഏകദേശം 60% കയറ്റുമതിയാണ് നിലവിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഇതിനുദാഹരണമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ 2026 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ വരുമാനം 21% CAGR രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ലാഭക്ഷമതയും യൂട്ടിലൈസേഷനും കൂടുതൽ ഇംപ്രൂവ് ആകുമെന്നും കണക്കാക്കുന്നുണ്ട്. എബിഡ ഇക്കാലയളവിൽ ഏകദേശം 25% CAGR രേഖപ്പെടുത്തുമെന്നും കണക്കാക്കുന്നുണ്ട്. എബിഡ മാർജിൻ ഏകദേശം 30% ഉയരുമെന്നാണ് ഇപ്പോൾ മോത്തിലാൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പരിശോധിച്ചാലും 30% CAGR രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത കുറച്ച് വർഷങ്ങളിലേക്ക് കമ്പനിയുടെ ആനുവലൈസ്ഡ് കാപെക്സ് 2 ബില്യൺ രൂപയുടെ ഗൈഡൻസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫ്രീ ക്യാഷ് ഫ്ലോയും യഥാക്രമം അടുത്ത 3 വർഷത്തിനുള്ളിൽ 9.2 ബില്യൺ രൂപയും 3.2 ബില്യൺ രൂപയും ആകുമെന്നും കണക്കാക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്തു സൂചിപ്പിക്കാം. എന്നാൽ മുന്നിൽ ഉണ്ടായേക്കാവുന്ന റിസ്കുകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇൻഡസ്ട്രി ഗ്രോത്തിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ കമ്പനിയുടെ ബിസിനസിനെ അത് ബാധിക്കും. CV ഒപ്പം ട്രാക്ടർ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു EV അഡാപ്ഷൻ മറ്റൊരു റിസ്ക് ഫാക്ടർ ആണ്. കൂടാതെ മാക്രോ ഹെഡ്വിൻസ് ഇത്തരം കമ്പനികളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയായിട്ട് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. മോത്തിലാൽ ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ 1125 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് കമ്പനിക്ക് കണക്കാക്കുന്നത്.